ചുറ്റുമതിലോട് കൂടിയ ടോട്ടലായിട്ട് 2.5 ഏക്കർ ഫാം ലാൻഡാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെയിലിനുള്ളത്. ഇതിനകത്ത് നിലവിലിതാ ഇതുപോലത്തെ 6 കോഴി ഷെഡുകളുണ്ട്. ടോട്ടലായിട്ട് 18,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 6 ഷെഡുകളിൽ നിന്ന് നമുക്കൊരു 45 ദിവസം കൂടുമ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഇപ്പം നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ 1 നിന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ ഒരു ഇൻകം കിട്ടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി അതല്ല, ഈ തീറ്റപ്പുല്ലൊക്കെ വളർത്തിവിട്ടിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇവരിതിപ്പം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അതിൽ പശുവിനെ നിർത്താതെ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ പശുവിനെയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ തീറ്റപ്പുല്ലെല്ലാം നമുക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുപോലെ ഫാം ലൈസൻസ് ഉള്ളതാണ്, നമുക്ക് എല്ലാവിധ ലൈസൻസോട് കൂടി പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫാമാണ്. പൊല്യൂഷൻ്റെ ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പന്നി വളർത്തലോ പോത്ത് വളർത്തലോ അങ്ങനെ എന്തെങ്കിലും കാര്യം കൂടെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിനാണെങ്കിലും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കാർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കോഴിയെ വിട്ടിട്ട് പോവും. നമ്മൾ അവരെ വളർത്തി വലുതാക്കി തിരിച്ച് അവർക്ക് കിലോ കണക്കിനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വേസ്റ്റ് ഇപ്പോൾ കളക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിയെ പിടിച്ചതിന് ശേഷം ഫുള്ള് ക്ലിയർ ചെയ്ത് ചാക്കിലേക്ക് വെച്ചേക്കുവാണ്. ഇതിൽ ഓരോ ചാക്കിന് 70 രൂപ വെച്ചിട്ടാണ് ഈ വേസ്റ്റ് കോഴി കാഷ്ടം തന്നെ ഇവിടെ നിന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന ഒരു ഫാം ഹൗസാണ്, ഒരു ഫാം ലാൻഡാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കോട്ടൂരാണ്. കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 750 മീറ്റർ മാത്രം വന്നാൽ മതി. കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് ആ ഓട്ടോ സ്റ്റാൻഡ് കാണുന്ന ആ വഴിയെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ കാണുന്ന പോലെ ഇവിടെ ഒരു 3 ഷെഡുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു 3 ഷെഡുണ്ട്. പണിക്കാർക്ക് താമസിക്കാനുള്ള റൂമുണ്ട്. നമ്മളിപ്പോൾ ഉടമയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനും ഏകദേശം 850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടമുണ്ട്. ബാക്കിയുള്ള വിഷ്വൽസ് ഇവിടെ കാണാം. നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് വലിയ വണ്ടികൾ ഇറങ്ങി വരാവുന്ന രീതിയിൽ ഇങ്ങനെ വഴിയെല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. കാരണം കോഴി ഇറക്കാനും അതിൻ്റെ തീറ്റ ഇറക്കാനും വേണ്ടിയിട്ട് കമ്പനീൻ്റെ വണ്ടിയാണ് വരുന്നത്. ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് വണ്ടിയിൽ ലാസ്റ്റ് ബാച്ചിൻ്റെ ബാക്കിയുള്ള ഫീഡെല്ലാം അവർ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് നാളെ മറ്റന്നാളോ കൊണ്ട് അടുത്ത് കൊണ്ടുവന്ന് വിടുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് അതിനുള്ള സ്റ്റാർട്ടർ ഫീഡ് വീണ്ടും കൊണ്ടെത്തിക്കും. ആ രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും നമുക്ക് ഇതിൻ്റെ ഷെഡുകൾ കാണാം. ഈ രീതിയിൽ അകത്തൂടെ ഫുള്ളായിട്ട് നമുക്ക് വലിയ വണ്ടികൾ കയറി വരാവുന്ന രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഒരു 4-5 വലിയ സിമൻറ്റ് ടാങ്ക് ഉണ്ട്. അതിൽ നേരത്തെ അവർ മീൻ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കട്ല അങ്ങനെയുള്ള മീനുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒത്തിരി അധികം സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പോത്തോ പന്നിയോ അങ്ങനെയുള്ള എന്ത് ലൈഫ് സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ചുറ്റുമതിലുള്ളത് കൊണ്ട് തന്നെ വേറെ പുറത്തുനിന്നുള്ള ജീവികളോ സംഭവങ്ങളോ ഒന്നും ഇങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ ആ രീതിയിലൊരു സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. ഇത് ഒരു തൊഴുത്താണ്. നമുക്കൊരു 8-10 പശുക്കളെയൊക്കെ സുഖമായിട്ട് വിടാവുന്ന രീതിയിലുള്ള വലിയൊരു തൊഴുത്താണ്. അവരുടെ പുല്ലോട്ടൊഴിയും അതിൻ്റെ എല്ലാം ഡ്രെയിനേജ് സിസ്റ്റവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കൂടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ ആടിനെ പശുവിനെ എന്തിനു വേണമെങ്കിലും വളർത്താം. ആ രീതിയിലാണ് ഈ ഒരു തൊഴുത്തുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ഇങ്ങനെ ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളും നമുക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെയൊക്കെ നോക്കിയാൽ ഒത്തിരിയധികം പ്ലാവും റംബൂട്ടാനും അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണുന്നത് നമ്മുടെ ഓണറൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ കണക്കിന് ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇതുപോലൊരു ഗേറ്റുള്ള നമുക്ക് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കോട്ടൂർ ജംഗ്ഷന് വളരെ അടുത്താണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ ഡ്രൈവിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ. ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 3 കോടി രൂപയാണ്. നമുക്കിതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് നമ്മളിപ്പം നെട്ടുകാൽത്തേരി ജയിലിൻ്റെ കുറേ ഭാഗം ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബ്രഹ്മോസ്, നമ്മുടെ ഒരു IT പാർക്ക്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ ഇവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പലരും പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വില ഹൈക്കാവുന്നതിന് മുന്നേ തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു.